ഈ റൂവിന്റെ ഡിഫറെന്റ് സ്റ്റേജുകളൊന്ന് പറഞ്ഞുതരോ? പറയാലോ. റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഞ്ച് പദമാണ്. അത് റെഡിഷ് എന്നാണ് അർത്ഥം. ഫ്ലോറും ബട്ടറും ഈക്വൽ ആയിട്ട് എടുത്തിട്ട് ബട്ടർ മെൽറ്റ് ആയി കഴിയുമ്പോൾ ഫ്ലോർ അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ അതിനെ കുക്ക് ചെയ്തെടുക്കുന്നു. ആ കുക്ക് ചെയ്തെടുക്കുന്ന സാധനത്തിന്റെ ഡിസൈഡ് കൺസിസ്റ്റൻസി അനുസരിച്ചും അതിന്റെ ആ കളറും ടെക്സ്ചറും അനുസരിച്ചാണ് റൂല് വ്യത്യാസം വരുന്നത്. ഇത് വൈറ്റ്, ബ്ലോണ്ട്, ബ്രൗണ്, ഡാർക്ക് ബ്രൗൺ, ഇങ്ങനെ നാലായിട്ട് നമുക്ക് തരംതിരിക്കാം. ഇതിൽ വൈറ്റ് റൂവിനാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള തിക്കണിങ് പവർ ഉള്ളത്. ഇത് നമ്മൾ വൈറ്റ് സോസിന്റെ നിർമ്മാണത്തിനും അതുപോലെ തന്നെ മാക്ക് ആൻഡ് ചീസ് പോലെയുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നു. ബ്ലോണ്ട് റൂ വെലിയൂട്ടെ സോസിനും അതുപോലെ തന്നെ ലൈറ്റർ വേർഷൻസ് ആയിട്ടുള്ള ഗ്രേവിക്കും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ബ്രൗൺ റൂവിന് ഒരു പീനട്ട് ബട്ടറിന്റെ റിസംബ്ലൻസ് ആണ് ഉള്ളത്. ഇതിന് മോഡറേറ്റ് തിക്കണിങ് പവർ ആണ് ഉള്ളത്. ഡാർക്ക് ബ്രൗൺ റൂവിന് വളരെ കുറച്ച് മാത്രമേ തിക്കണിങ് പവർ ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷെ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കിന് നമുക്ക് വളരെ സ്മോക്കി ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു ഡാർക്ക് ഫ്ലേവർ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നു. റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം.